ഈ വഴി വരേണ്ട ഒരു ആവശ്യമുണ്ടായി മഹേഷ്. മാഷെ വളരെ നന്ദിയുണ്ട്. എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മാഷ സഹായിച്ചുകൊണ്ടാണ്. എന്നാൽ വരട്ടെ മഹേഷ്, ഒന്നായിട്ട് വ്യക്തികളെ കാണാനുണ്ട്. അത് കൊണ്ടുവിടാം മാഷെ. വേണ്ട മഹേഷ്, വായനശാലയിലൊന്ന് കയറണം. രണ്ട് തേങ്ങയേ ഉള്ളൂ. ഒരെണ്ണം ഓമനയ്ക്ക് കൊടുക്കണം, ഒരെണ്ണം രമണിക്ക് കൊടുക്കണം, മണിക്ക് കൊടുക്കണം. മണീനായിട്ട് കട്ട് ചെയ്യാം. ഇത്ര തിടുക്കത്തില്ല എങ്ങോട്ടാ മാഷേ? പഞ്ചായത്ത് മെമ്പറെ ഒന്ന് കാണണം. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ വീട്ടിലൊന്ന് കയറണം. പലിശയ്ക്ക് കൊടുക്കുന്ന വീട്ടില് സ്ഥിരതാമസം അയക്കുന്നത് കേട്ടല്ലോ. ഒന്നില്ല മാഷേ, തല കറങ്ങിപ്പോ ഒരു അല്പം നേരം അവിടെ കിടന്നുള്ളൂ. ചേട്ടാ, എന്തേ? ഉണ്ണിക്കുട്ടന്റെ വീട് ഏതാ? ഏത് ഉണ്ണിക്കുട്ടനാണ്? ഈ അമ്പലത്തിന്റെ പരിസരത്താണെന്നാ പറഞ്ഞു. അമ്മയും മകനും മാത്രമേ ആ വീട്ടിലുള്ളൂ. ഞാൻ അവനെ പഠിപ്പിക്കുന്ന മാഷ. ഒരാഴ്ചയായി കുട്ടി സ്കൂളിൽ വന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുന്നത്. കാർത്തേനയുടെ മകൻ മിടുക്കനുണ്ടവൻ. അവൻ അല്പം മാറി അങ്ങോട്ട് പോയാലേ അവിടെ ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ ചീര വെക്കുന്നുണ്ട്. എന്നാ ശരി. ഓക്കെ. പാവം കുട്ടി. ചീര 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 നാടൻ ചീര 3 കിട്ടുള്ളൂ. നാടൻ ചീര മാഷേ. അവിടെ ഇരിക്കാം. മാഷേ, അമ്മയുടെ സുഖത്തിന് ഒരു കുറവുമില്ല. മരുന്നും ഗുളികയും തീർന്നു പോയി. അത് വാങ്ങിയിട്ട് എൻ്റെ ഒരു നിവൃത്തിയുമില്ല. അപ്പോഴാണ് ദൈവം ആ ചേട്ടൻ എന്നെ മുറിൽ കൊണ്ട് നിർത്തിയത്. ഏത് ചേട്ടൻ? ടോമി ചേട്ടൻ. എന്നാ ചീരങ്ങതാ. എനിക്ക് ആ ടോമി ചേട്ടനെ ഒന്ന് പരിചയപ്പെടണല്ലോ. ആ വാ. ടോമി ചേട്ടൻ. ടോമി ചേട്ടാ, വളരെ നന്ദിയുണ്ട് ടോമി ചേട്ടാ, ഉണ്ണിക്കുട്ടനെ സഹായിച്ചതിന്. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് കൃഷിയിടത്തിൽ ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ജോലി കൊടുക്കാനാ? ഇവൻ്റെ കഥ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ കുറച്ച് പൈസ എടുത്ത് അവന് കൊടുത്തു. അവൻ വാങ്ങിയില്ല. പണിയെടുക്കാത്ത പൈസ അവന് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവന് കുറച്ച് ചീര കൊടുത്തു. അത് വിറ്റ് അമ്മയ്ക്ക് മരുന്ന് മേടിച്ചോളാൻ പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ ടോമി ചേട്ടാ. കുറച്ച് പച്ചക്കറി കൊണ്ടൊക്കെ മക്കളെ. വേണ്ട, ഒരല്പം ധൃതിയുണ്ട്. എന്നാ ഈ ചീര കൊണ്ടൊക്കെ. നമുക്ക് അല്പം നേരം ഇരുന്നാലും ഉണ്ണിക്കുട്ടാ. മാഷ ഒരുപാട് ദൂരം നടന്നു വന്നതല്ലേ, ചെറിയ ക്ഷീണം. ഇവിടെ ഇരുന്നോ, കട്ടുറുമ്പുണ്ടോ നോക്ക്. കാലം നീക്കേ, ഇവിടെ ഇരിക്കുക. എന്താ ഉണ്ണിക്കുട്ടൻ്റെ പ്രശ്നം? അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് എനിക്കറിയാം. ഞങ്ങൾക്ക് ആരുമില്ല മാഷെ. അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അമ്മയുടെ അമ്മയാണ് ഞങ്ങളെ നോക്കുന്നത്. അമ്മവും മരിച്ചു. ഞങ്ങൾക്ക് ആരുമില്ലാതെ മാഷിനറിയോ?
എന്നെ എൻ്റെ അമ്മ പ്രസവിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മാറാരോഗമാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി. അച്ഛൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല മാഷേ. ഉണ്ണിക്കുട്ട, മോൻ ഇത്രയും വിഷമമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മാഷേ, എൻ്റെ അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കും. മാഷേ, പോകാം, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണം. എന്നാ പോവാ ഉണ്ണിക്കുട്ട. എടാ അവൻ വരില്ലടാ, അവൻ്റെ അമ്മയ്ക്ക് മരുന്ന് വെച്ച് പോണ വഴിയാ. മെമ്പർ വന്നില്ലല്ലേ? ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എന്തു കുഴപ്പം? മെമ്പറെ, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ ഒന്നാമൻ, സ്കൂൾ ലീഡർ, ഒരാഴ്ചയായി ക്ലാസ്സിൽ വന്നു. കാര്യം തിരക്കി ഞാൻ അവരുടെ വീട് വരെ ഒന്ന് പോയി. എന്റെ മാഷെ, കഥ പറയാണ്ട് കാര്യം പറ. ആ കുട്ടിയുടെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാം. ആ കുട്ടിയുടെ അമ്മയെ ഏതാ മാഷെ? നമ്മുടെ വാർഡിൽ അങ്ങനെ ഒരു കുടുംബം ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടതല്ലേ? നമ്മുടെ വാർഡിലല്ല മെമ്പറെ, അമ്പലമുക്കിലെ വീട്. അമ്പലത്തിലുള്ളവർ നമ്മളെ സഹായിക്കണം. അതന്നെ, അമ്പലമൊക്കിലൂടെ നമ്മളെ നിന്ന് സഹായിക്കണേ. കുട്ടിയല്ലേ കുഴപ്പമില്ല മാഷെ, എന്തായാലും മാഷ് പഠിക്കുന്ന കുട്ടിയല്ലേ. ആ മെമ്പർ പറഞ്ഞാൽ ശരി, നാളെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യും. എവിടെ ഉണ്ടാവും എന്നിട്ട് ഓരോരുത്തർ? ഞാൻ ശരിയാക്കാം മാഷെ. ചേട്ടാ ചേട്ടോ, നേരത്തെ പടി പാട്ടില്ലേ, അതൊന്നും കൂടി പാടുമോ? തെളിയാത്ത പേന കൊണ്ടെൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നു പോയോ? തെളിയാത്ത പേന കൊണ്ടെൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നു പോയോ? ഇടക്കിനി കോലായി വിഷുവിനറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയില്ലേ? വിട പറഞ്ഞകന്നാലും മാടി മാടി വിളിക്കുന്നു മനസ്സിലെ 100 മയിൽപ്പീലികൾ. മറക്കുമോ നീ എൻ്റെ മൗനഗാനം? ഒരു നാളും നിലയ്ക്കാത്ത ഗാനം. കാണാതിരുന്നാൽ കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ, ഹൃദയ
ഹൃദയമേ മറക്കാം എല്ലാം നമുക്ക് മറക്കാം. നോക്കിയിട്ട് വരാം. മെമ്പറെത്തി, മാഷിനെ കണ്ടില്ലല്ലോ. ആ മാഷ് വിളിച്ചപ്പോൾ തന്നെ ഞാനെത്തി. വന്നില്ലെങ്കിൽ അത് തീരാതൊക്കെ മെമ്പറെ, മാഷെത്തി. എപ്പോഴെത്തിയത്? പെട്ടെന്നായിരുന്നല്ലേ? ഞാൻ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞത് എന്ത്? ക്ഷമിക്കണോട്ടോ മെമ്പറെ. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയെ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ മാഷെ? ദൈവം നേരത്തെ വിളിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഷെ, സമയം അധികം കളയില്ല. എടുക്കാൻ മെമ്പറെ, ഇനി ആരും വരാനൊന്നുമില്ല. ും